നമസ്കാരം, ഞാൻ നിപിൻ നരവത്ത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. അത്യാവശ്യം ആളുകളൊക്കെ വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. പല ആളുകൾ എനിക്ക് ഇത് ഫോർവേഡ് ചെയ്തു. ഒരു തമാശ രൂപേണ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ആക്ടർ സലിം കുമാർ ഒരു മുൻനിര ചാനലിന് നൽകിയ അഭിമുഖത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു പരാമർശമാണിത്. എൻ്റെ ജനറേഷനിലുള്ള ആളുകൾ ടി വിയും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ കണ്ടുപിടിച്ചു. എന്നാൽ ഒന്നും സ്വന്തമായി കണ്ടുപിടിക്കാതെ ഞങ്ങൾ കണ്ടുപിടിച്ചതെല്ലാം ഉപയോഗിച്ച് ജീവിക്കുന്ന ന്യൂ ജനറേഷൻ ഞങ്ങളെ പഴഞ്ചനെന്ന് വിളിക്കുന്നു. അതായത് അവതാരകൻ പറഞ്ഞതുപോലെ തന്ത വൈബ് എന്നൊക്കെ ഒരു പരാമർശം. ഈ 2K കിഡ്സ് എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? ഗൈസ്, ഈ കടയിൽ ചായയുണ്ട്, പരിപ്പുവടയുണ്ട്, പഴംപൂരിയുണ്ട് എന്നൊക്കെ പറയാനല്ലാതെ ന്യൂ ജനറേഷനെ കൊണ്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു തമാശയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളായിരിക്കാം ഇത്. പക്ഷേ എനിക്ക് ആ പരാമർശത്തെ അത്ര അങ്ങോട്ട് ദഹിച്ചില്ല. എനിക്കതൊരു തമാശയായിട്ട് തോന്നിയുമില്ല. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കണം. ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഇനി വരാൻ പോകുന്ന തലമുറയെ അടിച്ചമർത്തുന്ന രീതിയിൽ, അവർ ഒന്നുമല്ല എന്ന രീതിയിൽ അവരുടെ ഊർജ്ജം നഷ്ടപ്പെടുന്ന വാക്കുകളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ പരാമർശത്തെക്കുറിച്ച് ഞാൻ തോന്നിയത്. ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ ഏറ്റവും പോപ്പുലാരിറ്റിയുള്ള ഒരു മാധ്യമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. കുട്ടികളുടെ കോൺഫിഡൻസിന് ഇല്ലാക്കുന്ന തരത്തിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ ആ പറച്ചിലുകൾ. ഇനി പുതിയ കാലത്തെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയാം. ലോകത്തിലെ ഏറ്റവും ചെറിയ സാറ്റലൈറ്റ് ഏതാണെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കലാംസാറ്റ് V2 എന്ന് കാണാം. വെറും 3.8 സെൻറ്റിമീറ്റർ ക്യൂബിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു 64 ഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹം കണ്ടുപിടിച്ചത് തമിഴ്നാട്ടുകാരനായ റിഫാത്ത് ഷാരൂഖ് എന്ന കൊച്ചുമിടുക്കനാണ്. 19 വയസ്സേ ഉള്ളൂ. ആദ്യമായി ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയുടെ പരീക്ഷണം നാസ ഏറ്റെടുത്ത് ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത് റിഫാത്ത് ഷാരൂഖ് ഖാൻ്റെ ഈ കണ്ടുപിടുത്തത്തിലൂടെയാണ്. അതുപോലെ ഇന്ത്യൻ വംശജയായ ബഹുമുഖ പ്രതിഭയും കുട്ടി ശാസ്ത്രജ്ഞയുമൊക്കെയായി ഗീതാഞ്ജലി റാവുവിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ ആ കുട്ടിക്ക് 18 വയസ്സേ ഉള്ളൂ. 10 വയസ്സുള്ളപ്പോൾ വെള്ളത്തിലെ ഈയത്തിൻ്റെ അളവ് പരിശോധിക്കുന്ന ഒരു ഉപകരണം വികസിപ്പിച്ചാണ് ഗീതാഞ്ജലി കണ്ടുപിടുത്തങ്ങൾ തുടങ്ങുന്നത്. 2019 എപ്പിയോൺ എന്ന സംവിധാനം ഗീതാഞ്ജലി വികസിപ്പിച്ചെടുത്തു. അതിന് ഹെൽത്ത് പില്ലർ പ്രൈസ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ പ്രവർത്തിക്കുന്ന കെയിൻലി എന്ന ആപ്പും ഗീതാഞ്ജലി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾക്കുള്ള ആപ്പാണിത്. അതുപോലെ നിഖിയ ഷംഷീർ 16 വയസ്സ്. എന്തുകൊണ്ടാണ് വായിലെ ക്യാൻസർ കൂടുതലും അവസാന ഘട്ടം മാത്രം കണ്ടെത്തുന്നതെന്നുള്ള ചോദ്യത്തിലാണ് അവൾ കണ്ടെത്തിയ ക്വിറ്റ് പഫിൻ്റെ തുടക്കം. ഉറക്കമില്ലാത്ത രാത്രികളുടെയും ഗവേഷണങ്ങളുടെയും ഒക്കെ ഫലമായിട്ട് വായിലെ അർബുദം നേരത്തെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ക്വിറ്റ് പഫ് എന്ന ഡയഗ്നോസ്റ്റിക് ഉപകരണത്തിൻ്റെ പ്രോട്ടോടൈപ്പ് അവൾ കണ്ടുപിടിച്ചു. ഇന്ന് വെറും 38 രൂപയ്ക്ക്, അത്ര രൂപയുടെ ചെലവിൽ വളരെ എളുപ്പം എവിടെ ഇരുന്നും ഓറൽ ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ആ റിസ്കിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് വഴിയൊരുക്കിയത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമിടുക്കിയാണ്. അതുകൂടാതെ 6000-ഓളം കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനും അവർക്കും തന്നെ പോലെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കാനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ കൊച്ചുമിടുക്കി ചെയ്യുന്നുണ്ട്. ബാഗ്സ്, ബുക്സ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്ന തൻ്റെ ആദ്യ ക്യാമ്പയിൻ മുതൽ പല സ്കൂളിലും ലബോറട്ടറികൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് വരെയുള്ള ആക്ടിവിറ്റികൾ ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം സാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ബയോകെമിക്കൽ ഡേറ്റ സയൻസിലുള്ള തൻ്റെ മാസ്റ്റേഴ്സ് പഠനവുമായിട്ട് ആ മിടുക്കി അങ്ങനെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അറിയപ്പെടുന്ന കുറച്ച് പേരുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അതും ഇന്ത്യയിൽ നിന്നുള്ളവരുടെ കാര്യം. ഇതുപോലെ നമുക്കറിയാവുന്നതും അറിയത്തില്ലാത്തതുമായി ഒരുപാട് മിടുക്കരായ കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ടേ. നമ്മുടെ കുട്ടികൾക്ക് പ്രചോദനം കൊടുക്കേണ്ടവരാണ് നമ്മൾ, അല്ലാതെ അവരെ അടിച്ചമർത്തേണ്ടവരല്ല. അവരെ അംഗീകരിക്കുക എന്ന് പറയുന്നതിന് മടിയുണ്ടാവും. പിന്നെ ഈ 2K കിഡ്സ് ഒന്നും കണ്ടുപിടിച്ചില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നില്ല എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? പുതിയ കുട്ടികൾ നമ്മുടെ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് പുതിയ പുതിയ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെന്നേ. പക്ഷേ അതൊന്നും നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളെപ്പോഴും പഴമകളിലൂടെ തന്നെ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയാണ്, കുറ്റപ്പെടുത്തലുകളിലൂടെ പോകുന്നു. എല്ലാ വർഷവും ഇന്ത്യയിൽ യങ് ഇന്നോവേറ്റേഴ്സ് ചലഞ്ച് എന്ന പേരിൽ ഒരു കോമ്പറ്റീഷൻ നടത്താറുണ്ട്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികളും അവരുടെ കഴിവുകളും നോക്കിയാൽ പലപ്പോഴും നമ്മൾ ഞെട്ടിപ്പോവും. 13ഉം 14ഉം ഒക്കെ വയസ്സുള്ള മിടുക്കന്മാരും മിടുക്കികളുമായി കുട്ടികൾ നമ്മളൊന്നും ഇതേവരെ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ടാണ് മുന്നോട്ട് വരുന്നത്. ശരിക്കും അത്ഭുതത്തോടെ കണ്ണ് തള്ളിപ്പോവും. അതുകൊണ്ട്
ഇന്നത്തെ ജനറേഷൻ ഒന്നും കണ്ടുപിടിക്കുന്നില്ല, അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവർ കടയിലെ ചായയും പരിപ്പൊടിയും മാത്രമേ കാണുന്നുള്ളൂ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ തീർത്തും തെറ്റാണ്. ഇതെൻ്റെ അഭിപ്രായമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ അഭിപ്രായത്തോട് യോജിക്കണമെന്നൊരു നിർബന്ധമില്ല. ഈ ചാറ്റ് GPT ഒക്കെ ഈ കാലത്തെയാണ്. ഇനി അങ്ങത് ഉപയോഗിക്കാനും അതിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഈ ജനറേഷനിലെ കുട്ടികൾ തന്നെ വേണം. പിന്നെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ടെക്നോളജി മാത്രമല്ല, കാഴ്ചപ്പാടിലും വളരെ അപ്ഡേറ്റഡ് ആണ്. അങ്ങനെയുള്ളപ്പോൾ അതിനോട് യോജിക്കാത്തവരോട് കുട്ടികൾക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യും. അത് അവരുടെ പോലെ ചിന്തിക്കാത്തവരെ അവർ ചിലപ്പോൾ തന്ത വൈബ്, അമ്മാവൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നും വരാം. നമ്മൾ ചെറുപ്പമായിരുന്നപ്പോഴും നമുക്കും ഇതൊക്കെ തോന്നിയിട്ടുണ്ടാകും. അന്നത്തെ കാരണവന്മാരെ പോലെ അല്ലല്ലോ നമ്മൾ, കാരണം അവരാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അതുപോലെ ഇന്നത്തെ കുട്ടികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അവരെ അവരുടെ കാഴ്ചപ്പാടിന് അനുസരിച്ചിട്ട് വിടുക എന്നതാണ് നല്ലത്. അല്ലാതെ അവരും നമ്മളെപ്പോലെ ചിന്തിക്കണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. എവിടെയോ ഞാൻ കേട്ട ഒരു വരിയുണ്ട്, വി ആർ യെസ്റ്റർഡേസ് പീപ്പിൾ പ്രിപ്പയറിംഗ് ടുഡേയ്സ് ചിൽഡ്രൻ ഫോർ ടുമാറോ. അതായത് ഇനിയുള്ള കാലത്തേക്ക് ജീവിക്കാനുള്ള കുട്ടികളെ അതിനുവേണ്ടി പ്രാപ്തമാക്കുന്ന ഇന്നലകളിലെ മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നത് നാളെ എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചിട്ടാണ്, അല്ലാതെ ഇന്നലകളിൽ ഞാൻ എങ്ങനായിരുന്നു എന്നതിനെക്കുറിച്ചിട്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവരെ ഇന്നലകളിൽ ജീവിക്കാൻ പഠിപ്പിച്ചാൽ ഇല്ലാതാകുന്നത് അവരുടെ ഭാവിയാണ്. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇന്നലകളിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം നമ്മളും അവരോടൊപ്പം മുന്നോട്ട് പോകാൻ തയ്യാറാകുക എന്നതാണ്. അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാം. ശ്രീ സലിംകുമാർ, അങ്ങേക്ക് തിരുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് തിരുത്തിയേര്. തിങ്ക് പോസിറ്റീവ്. Have a great day. Bye-bye.